അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാപമോചനം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ ജന്മപ്രദേശമായ ബഗ്ദാദിൽ നിന്നും 30 തവണ കാൽനടയായി ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ധാരാളം കറാമത്തുകൾ വെളിപ്പെടുത്തിയ സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു അലവാൻ എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം ഒരു അനുഭവ കഥ പറയുന്നു. ഞാൻ റഹ്ബ പട്ടണത്തിൽ പോയി ഒരൽപ്പം അവിടെ തങ്ങി. തെരുവീതിയിൽ കണ്ണോടിച്ചു. പലരും വന്നും പോയും ഇരുന്നു. കൂട്ടത്തിൽ അർദ്ധനഗ്നയായ ഒരു യുവതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബദ്ധത്തിൽ ഞാൻ അവളെ നോക്കിപ്പോയി. ഞാൻ ഉടനെ തന്നെ എനിക്ക് പറ്റിയ തെറ്റിൽ ഖേദിച്ചുകൊണ്ട് വിപത്തു പിണഞ്ഞാൽ ഉരുവിടേണ്ട വചനമുച്ചരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാഥനായ റബ്ബിനോട് മാപ്പപേക്ഷിച്ചു പശ്ചാത്തപിച്ചു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. തെരുവീതിയിൽ ഒരു വൃദ്ധ എന്നെ നോക്കിക്കൊണ്ട് വിളിച്ചു, ഓ അബു അംർ ഇബ്നു അലവാൻ, മുഖം വല്ലാതെ കറുത്തുപോയല്ലോ, എന്തുകൊണ്ടാണിത്? എനിക്ക് വിശ്വാസമായില്ല. കണ്ണാടിയിൽ നോക്കി ബോധ്യമായി. കാരണം ചിന്തിച്ചു. അപ്പോൾ യുവതിയെ ദർശിച്ചതുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടു. ഏകനായി ഞാൻ 40 ദിവസം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പശ്ചാത്തപിച്ചു. ഏതോ ഒരു നാൾ എന്റെ ശൈഖിനെ കാണണമെന്ന് തോന്നി. ഞാൻ ബഗ്ദാദിലേക്ക് പോയി. വീട്ടിലെത്തി അകത്ത് കടക്കാൻ സമ്മതം ചോദിച്ചു. ശൈഖ് അവർകൾ ഉത്തരമേകി, അബൂ അംർ, വീട്ടിലേക്ക് കടക്കൂ. താങ്കൾ റഹ്ബയിൽ പാപം ചെയ്തപ്പോൾ ഞാൻ ബഗ്ദാദിൽ വെച്ച് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിലേക്ക് നാം ഖേദിച്ചു മടങ്ങണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.